ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മാദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ, തീർന്നിടണമേ. പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. സ്തോത്രം. ആദ്യ വാക്യത്തിൽ പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? ദൈവത്തെ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ മുൻപിൽ സമയമില്ല. സ്തോത്രം. സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ചില കാര്യങ്ങൾ ദൈവഭയത്തിൽ ദൈവിക വ്യവസ്ഥയിൽ നിന്ന ആ വ്യക്തികളെ നിന്നതായ സാഹചര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ അല്പമായൊന്ന് വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ തൊട്ട് ദേവദാസൻ പോകുവാനിടയായി. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഷണ്ണൻ പറയുന്ന വാക്കുകൾ അവിടെ കാണുവാൻ കഴിയും. എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. ഇത് ഷണ്ണൻ പറയുവാനുള്ള കാരണം ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചതായ അല്ലെങ്കിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചതായ വസ്തുതകൾ അവൻ ഷണാധിപനോട് പറയുവാനിടയായി. അത് പറഞ്ഞപ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആരാധന എന്ന വിഷയം, വേർപാട് എന്ന വിഷയം, ഇത് വേദപുസ്തകത്തിലെ പരമ പ്രധാനമായ കാര്യങ്ങളാണ്. വേർപെടാതെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ദൈവത്തെ ആരാധിച്ച് വേർപെടാതെ മുൻപോട്ട് പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. സ്തോത്രം. അത് വാസ്തവം പറഞ്ഞാൽ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. ആമേൻ. വേർപെടുവാൻ ഒരുവന് അവസരം ലഭിക്കുമ്പോൾ വേർപെടേണ്ട ഇടങ്ങളിൽ നിന്നെല്ലാം വേർപെടണം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ
മാനസാന്തരപ്പെട്ടു, രക്ഷാവാചകം ഏറ്റുപറഞ്ഞു, ഉടനെ തന്നെ എന്ത് ചെയ്തു? മരിച്ചു. അവൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സ്തോത്രം. കുരുത്തക്കേട് കാണിച്ചിട്ട് അവൻ ക്രൂശിൽ കിടന്ന് അവസാനത്തെ ഇട്ടിയാണ് അവന് കൊടുത്തത്. തല്ലി ഒടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? വാസ്തവം പറഞ്ഞാൽ ക്രൂശിൽ കിടക്കുമ്പോൾ ശ്വാസം വലിക്കുന്നത് 2 കാലിന്മേൽ ബലം കൊടുത്ത്, എന്നിട്ടാണ് ഈ ശ്വാസം എന്ത് ചെയ്യുന്നത്? വിടുന്നത്. അപ്പോൾ ആ ശ്വാസം വിടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 2 കാലും തല്ലി ഓടിച്ചു. സ്തോത്രം. ആമേൻ. അപ്പം അപ്പോഴും വേദന അനുഭവിക്കണം. കള്ളനും വേദന അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ചത്തത്. ആമേൻ. ദൈവവൈതലേ, വേർപാടൊരു വേദനയാ. ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കണം. പല നിലകളിലാണ് ആ വേദന വരുന്നത്. അത് സഹിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. അഡ്ജസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മുൻപോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിനകത്തവൻ ഒരു കാര്യം തീരുമാനിച്ചു: എനിക്ക് അശുദ്ധി ഭവിക്കരുത്. മൗനം പാലിച്ചിരിക്കുകയല്ല. കർത്താവേ പ്രവർത്തിക്കണേ, കർത്താവേ പ്രവർത്തിക്കണേ, കർത്താവേ പ്രവർത്തിക്കണേ. പറയേണ്ടവനോട് പറയേണ്ടതുപോലെ പരിജ്ഞാനത്തിൽ എന്ത് ചെയ്തു? കാര്യം പറഞ്ഞു. സ്തോത്രം. ആമേൻ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്തോത്രം മാത്രം പറഞ്ഞാൽ പോരാ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവനോട് പറയേണ്ടതുപോലെ പറയണം. ആമേൻ. സ്തോത്രം. അത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ്: ഞാൻ രാജാവിനെ ഭയപ്പെടുന്നു. ആമേൻ. ദാനിയേൽ ആരെ ഭയപ്പെട്ടു? ഉടമസ്ഥനെ, സർവത്തിന്മേലും അധികാരമുള്ള ദൈവത്തെ അവൻ ഭയപ്പെട്ടു. ഹല്ലേലൂയ. അവൻ കാര്യം പറഞ്ഞു. യജമാനൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഷണ്ഡാധിപൻ പറഞ്ഞു: ഞാൻ നിന്നെ എന്റെ കരത്തിൽ ഏൽപ്പിച്ച രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്: 10 ദിവസം എന്നെ ഒന്ന് പരീക്ഷിക്കും. സ്തോത്രം. അതിന്റെ കാര്യങ്ങളും അതിന്റെ ചിത്രങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം തന്നെ 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. ആമേൻ. അപ്പോൾ രേഖ എഴുതിയിരിക്കുന്നു എന്ന് വ്യക്തമായി ആരറിഞ്ഞു? ദാനിയേൽ അറിഞ്ഞു. നമ്മളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ആമേൻ. പക്ഷേ അവൻ ആരാധന എന്ന വിഷയം, ദൈവികമായി ബന്ധപ്പെട്ടുള്ള കാര്യം അണുവിണ വിടാൻ തയ്യാറല്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തെ ഒരുവൻ ഭയപ്പെട്ടാൽ ദൈവിക ബന്ധം നഷ്ടപ്പെടാതെ വണ്ണം ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു ഹൃദയവാഞ്ച വ്യക്തിപരമായി ഉണ്ടാകും. അപ്പോൾ രേഖ എഴുതി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചാൽ അതിന്റെ മറുപടി സിംഹത്തിന്റെ കുഴി. ദാനിയേൽ ആ രേഖയെ എന്ത് ചെയ്തു? അവഗണിച്ചു. അവനത് വിഷയമല്ലായിരുന്നു. ഇവിടെയാണ് ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കില്ലെന്ന് ആരാധനയോടുള്ള ബന്ധത്തിൽ യഹൂദ ബാലന്മാർ അവിടെ പറഞ്ഞെങ്കിൽ, വ്യക്തിപരമായി ദാനിയേൽ ഇവിടെ പറയുകയാണ്: സിംഹക്കുഴിയാണോ? അതെനിക്ക് വിഷയമല്ല, ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ.
ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ദൈവമായുള്ള ബന്ധം. സ്തോത്രം. ആമേൻ. ദൈവിക ഭയമുണ്ടെങ്കിൽ വേർപാട് അനിവാര്യമാണ്. പറയണ്ട, ആരും നിർബന്ധിക്കേണ്ട. സ്തോത്രം. തന്നെ എന്ത് ചെയ്യും? വേർപെടും. പ്രാർത്ഥിക്കാൻ ആരും പറയണ്ട. ദൈവമായുള്ള ബന്ധമുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? സ്തോത്രം. ഇതൊരു ജീവനാഡിയാണ്. വിശന്നു കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും പറയണോ? കൊടുത്തില്ലെങ്കിൽ നമ്മളെ പിടിച്ചു തിന്നും. എന്തു കൊടുത്താലും എന്ത് ചെയ്യും? ടേസ്റ്റ് വിഷയമല്ല. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലോ വായലിട്ട് 2 ചവല വെച്ചിട്ട് പൂന്നും പറഞ്ഞ് എന്ത് ചെയ്യും? എന്താ കാരണം? ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് ദൈവിക ദാഹം നിനക്കുണ്ടെങ്കിൽ നിന്നെ ആരും നിർബന്ധിക്കേണ്ടതില്ല. ഹല്ലേലൂയ. വേർപാട് അനിവാര്യമാണ്. ദൈവമായുള്ള പ്രാർത്ഥന ജീവിതം അനിവാര്യമാണ്. സ്തോത്ര. ദൈവത്തെ ആരാധിക്കുവാൻ ആരും നിർബന്ധിക്കേണ്ട. ആരുടെ ഒത്താശ വേണ്ടെന്നേ ദൈവമായുള്ള ബന്ധത്തിന്? ദൈവവചനം പറഞ്ഞാൽ മതി. ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ദൈവവചനം കേൾക്കുമ്പോൾ, ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഇടപെടുമ്പോൾ ആദരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് യഥാർത്ഥമായ ദൈവിക ബന്ധത്തിലുള്ള സ്തുതിയും സ്തോത്രവും. ഹല്ലേലൂയ. ആമേൻ. 1-ാം വാക്യത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് മാറുകയാണ്. അവരെ പോലെ നാമും ഒരു വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ ദൈവവചനം കേട്ടത് കൊണ്ട് കാര്യമില്ല. അത് ഉപകാരമായി വരണമെങ്കിൽ നാം ആ ദൈവിക വചനത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടാം പെട്ടെന്ന്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. സ്തോത്രം. ഇവിടെ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്റെ ചോദ്യം അതൊന്നുമല്ല. പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. പിറ്റേ ദിവസം അവനെ വിസ്തരിച്ച് വാളുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടിയാണ് അവനെ ഇട്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം? വ്യക്തമായി പത്രോസിനറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതെന്ന് അതിന്റെ ചോദ്യം. നമ്മളായിരുന്നെങ്കിൽ ഉറങ്ങുമായിരുന്നോ? വെറുതെ കേട്ടുപോയതുകൊണ്ട് കാര്യമില്ല. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനത്തിന് ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ ബോധ്യമുണ്ടെങ്കിലേ ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റൂ. പറയാനൊക്കെ എളുപ്പമാ, പ്രസംഗിക്കാനും എളുപ്പമാ. ഒരു വിഷയം വരുമ്പോഴാണ് നീ ഏത് പക്ഷത്താ നിൽക്കുന്നതെന്ന് അറിയുന്നത്. അതിന്റെ മുൻപിലാണ് ഏത് പക്ഷക്കാരനാണ്, ദൈവപക്ഷമാണോ അതോ മാനുഷിക പക്ഷമാണോ, നിന്റെ ചിന്ത ദൈവികമാണോ അതോ മാനുഷികമാണോ എന്ന് തിരിച്ചറിയുന്നത് ഒരു വിഷയത്തിന്റെ മുൻപിലാ. Praise the Lord. Hallelujah. ഇവിടെയാണ് പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നതിന്റെ കാരണം അന്വേഷിച്ചു പോകേണ്ടത്. എന്താണ് കാരണം അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എടുത്ത് വായിക്കും. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ
നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ പറഞ്ഞ ദൈവശബ്ദം അവന്റെ ഹൃദയത്തിനകത്ത്, നാടൻ ഭാഷ പറഞ്ഞാൽ അരക്കിട്ട് ഉറപ്പിച്ചതുപോലെ ഉറപ്പായി കിടക്കുകയാണ്. നമ്മൾ കേൾക്കും, അപ്പൊ സ്തോത്രം പറയും, വിഷയം വരുമ്പോ സൂത്രം കാണിക്കും. ആമേൻ ആമേൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തതായ ആ ദൈവശബ്ദം ഉയർത്തെഴുന്നേറ്റനന്തരം പത്രോസിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് അത് നിവർത്തിയാകാതെ, അതിന് പൂർത്തീകരണം വരാതെ എന്റെ കഴുത്തിൽ ഹേരോദാവിന്റെ വാൾ വീഴില്ല എന്ന് ഒരു ബോധ്യം അവനുണ്ടായപ്പോൾ അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. ആമേൻ. ചെറിയ പ്രയാസം ഉണ്ടായാൽ നമ്മുടെ ഉറക്കം പോകും, സ്വസ്ഥത തന്നെ നഷ്ടപ്പെടും. ആമേൻ. ഒരു പ്രയാസം ഇല്ലാത്ത ആളല്ല നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നേ. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ച് ഒരു പൊട്ടനെ പോലെ പോകുകയാണ് ഈ ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ഹല്ലേലൂയ. ഇവനോട് ദൈവം പറഞ്ഞത് അതുപോലെ നിവർത്തിയാകും എന്ന് അവന്റെ ഹൃദയത്തിനകത്തവന് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പാണ്. സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഇവൻ സുഖമായി കിടന്നുറങ്ങിയേ. സഭ പ്രാർത്ഥിക്കുന്ന ഇവനറിയില്ല. എന്നാൽ ഇവന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞ ദൈവശബ്ദം മുഴങ്ങിയ അത് അവന്റെ അകത്തളത്തിൽ കിടക്കുകയാ. പത്രോസേ, നീ ഹല്ലേലൂയ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ 3-ാം പ്രാവശ്യം പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയും, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാം. ആവേശത്തിലാണ് അവൻ പറഞ്ഞത്, ചാകേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. കാരണം ആ സ്നേഹമാണത്. ആ സ്നേഹത്തോടുള്ള ബന്ധത്തിലാണ് ഹല്ലേലൂയ അവിടെ പ്രാർത്ഥിക്കുവാൻ പോയതായ സ്തോത്രം. അവിടെ വെച്ച് കർത്താവിനെ പിടിക്കാൻ വന്നപ്പോഴും വാളെടുത്ത് വെട്ടിയത്. കഴുത്തിന് വെട്ടിയതാണ്, പക്ഷെ ചെവിയാണ് മുറിഞ്ഞു പോയതെന്ന് മാത്രം. അതും സ്നേഹം കൊണ്ടാണ്. കാരണം ഇവരിന്ന് ഉറങ്ങല്ലേ ആയിരുന്നേ. ഉറക്കത്തിൽ നിന്നാണ് തട്ടിപ്പുറത്ത് എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിയുമ്പോൾ കിട്ടിയത് വാളാണ്, കൊടുത്തൊരു വെട്ട്. കഴുത്തിന് വെട്ടിയത് ചെവിയിലായിപ്പോയി. വാള് ഇങ്ങനെ വെട്ടണമായിരുന്നു, ഒരു വെട്ട് ഇങ്ങനെയായിപ്പോയി. ഒന്ന് ചിന്തിച്ചേ. തത്തിപ്പിടിച്ച് എഴുന്നേറ്റ് വാളെടുത്ത് പണി തിരിഞ്ഞു പോയി. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം സ്നേഹത്തിന്റെ പ്രകടനമാണ് അവൻ ചെയ്തത്. എന്നാൽ അത് പരിജ്ഞാനമില്ലാത്ത പ്രകടനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ദൈവ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞപ്പോൾ പരിശുദ്ധയാത്മാവിന്റെ ശക്തി ലഭിച്ചതായ പത്രോസ് പരിജ്ഞാനത്തോടുകൂടെ വെപ്രാളം കാണിക്കുകയല്ല. അല്ലെങ്കിൽ 2 കള്ളന്മാരുടെ മധ്യേ ബന്ധിക്കപ്പെട്ടവരായി കിടന്നുറങ്ങുകയാ. എന്നെ കേൾക്കുന്ന ദൈവമേ, നീ കേട്ടതായ വചനം നിന്റെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ച നിന്റെ വെപ്രാളം പോകോ, നിന്റെ പരാക്രമം പോകോ, നിനക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കുവാൻ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഒന്ന് ചിന്തിച്ചേ, ഈ കാരാഗൃഹത്തിനകത്ത് നിന്ന് ആര് പുറത്തു കൊണ്ടുവരും? അവനറിയാം, ഇതിക്ക് മുൻപ് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ കാരാഗൃഹത്തിനകത്താക്കിയവനെ ഭദ്രമായി പൂട്ടിയിരിക്കുക. ഇവൻ വെളിയില് കാരാഗൃഹം ഭദ്രമായി പൂട്ടിയിരിക്കുക. ഇവൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. എങ്ങനെ വന്നു ആർക്കും അറിയില്ല. ഒരുപക്ഷെ പത്രോസിനും അറിയില്ല. സ്തോത്രം. അപ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ അവൻ ധീരതയോടുകൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ ക്രിസ്തീയ ജീവിതം
നീ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ, അത് വിശ്വാസമായി പരിണമിച്ചാൽ നിന്റെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടോ, ചില ദൈവപ്രവൃത്തിയുടെ കരോ ചലിക്കുന്നത് കാണുവാൻ കഴിയോ. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, കോട്ടയത്ത് ഒരു ഭവനത്തിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്ന സമയം ദൈവാത്മാവ് രാത്രിയിൽ എന്നോട് ചോദിച്ചു, ഈ പറയുന്ന വചനം നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വാചാലരാകുവാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരാ, എന്നാൽ ഈ പറയുന്ന വചനം സ്വയമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ എന്നാണ് ചോദ്യം. എന്നോട് ദൈവാത്മാവ് അന്ന് ഇടപെട്ടതായ തിരുവചന ഭാഗം ഇന്ന് വായിച്ച സങ്കീർത്തന പുസ്തകത്തിലുണ്ട്. സ്തോത്രം. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്റെ തമ്പുരാന്റെ കയ്യിലാണെങ്കിൽ പിന്നെ എനിക്ക് എന്നെ പേടിക്കേണ്ട കാര്യം? കിണറ്റിൽ വെള്ളം തരാൻ ആർക്ക് കഴിയും? കാരണം അവന്റെ കരങ്ങളിലാണ് അധോഭാഗം. എനിക്ക് പോയി അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ആർക്ക് പറ്റും? ഒരു ഉറവയോടൊന്ന് പറഞ്ഞാൽ മതി, എന്റെ മോന്റെ കിണറ്റിലൊരു ഒരു കിണറുണ്ട്, അവിടേക്ക് ആ ഉറവ നിന്ന് തിരിച്ചുവിടാൻ പറഞ്ഞ് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. കാരണം അക്ഷരീയമായിട്ട് ഇപ്പൊ കിണറ്റിൽ വെള്ളമില്ല, വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ വചനം നമ്മോട് ഇടപെടുമ്പോൾ ആ വചനത്തെ കൊരങ്ങൻ തേങ്ങയ്ക്കകത്ത് കൈയിട്ട് പിടിക്കുന്ന പോലെ പിടിക്കണം, പിന്നെ വിടരുത്. സ്തോത്രം. ഇതാണ് ദൈവമായുള്ള ബന്ധം. ഒരു വചനം നിന്നോട് ഇടപെടുന്ന സമയം ആ വചനത്തിൽ നീ പൂർണ്ണമായി ആശ്രയിച്ചാൽ, ആ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ, ആ വചനത്തോട് ചേർന്ന് നിന്നാൽ ആ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുക. നീ വിശ്വസിച്ച ദൈവം, നീ ആശ്രയിച്ച ദൈവം മതിയായവനാണ്. ആമേൻ. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ കേട്ട് സ്തോത്രം പറയുക മാത്രമല്ല, ഹല്ലേലൂയ, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഹല്ലേലൂയ ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. ആമേൻ. വേർപെടേണ്ട ഇടങ്ങളിൽ നിന്ന് ദാനിയേൽ വേർപെട്ടു. 10 ഇരട്ടി വിശിഷ്ടനായി അവൻ വിളങ്ങി. സ്തോത്രം. രേഖ എഴുതിയിരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. അവനെ ഇല്ലാതെയാക്കാനാണ് ശത്രു പദ്ധതി ഒരുക്കിയത്. എന്നാൽ അവനെ ഇല്ലാതെയാക്കുവാൻ ശത്രുവിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവനെതിരെ നിന്ന ശത്രുവിനെ തകർത്തു കളയുന്നത്, ഇല്ലാതെയാക്കുന്നത് നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ പത്രോസിനെ വാളുകൊണ്ട് കൊല്ലുവാൻ കച്ചകെട്ടിറങ്ങിയ ഹേരോദാവ് മുൻപോട്ട് നമ്മൾ യാത്ര ചെയ്താൽ അവനെ ഒരു ദൂതൻ വന്നൊരു ഒറ്റയടി അടിച്ചു. എന്തു ചെയ്തു? ക്രമിച്ച് പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ദാനിയേലിന് വേണ്ടി കുഴി കുടിച്ച ആ വ്യക്തി ആ കുഴിക്കകത്ത് വീണു. ഇവന് വേണ്ടി പണി നടത്തിയ രാജാവ് കൃമിക്കിരയായി. ഹല്ലേലൂയ. പ്രാണനെ വിട്ടു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമൈകളെ, നിന്നെ തൊടുവാൻ, ഹല്ലേലൂയ, നിന്നെ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഒരു ബോധ്യമുണ്ടാകട്ടെ. നീ സേവിക്കുന്ന ദൈവം അശക്തനായ ദൈവമല്ല. നീ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്.
ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഈ വചനങ്ങൾ ദൈവാത്മാവ് നൽകുന്നത് നിങ്ങളോട് കൈമാറ്റം ചെയ്യുന്നത്. ഇത് കേട്ടു പോകാനല്ല. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം, ദൈവപ്രവർത്തിക്ക് കാരണമായി തീരണം. ഹല്ലേലൂയ. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. ഈ ബലത്തോടെ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. അങ്ങയുടെ ശക്തിയും പ്രവൃത്തിയും, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തിയായി നിലകൊള്ളുന്ന ആ ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വിശ്വാസമായി വചനം പരിണമിപ്പാൻ ഇടയാകട്ടെ. അത് കർത്താവിന്റെ പ്രവൃത്തിയുടെ അളവറ്റ വലിപ്പോ ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നതായി മാറട്ടെ. അവിടെ അങ്ങനെ ചെയ്തെടുക്കും കൃപയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.